രണ്ടിന് മുകളിൽ രണ്ടിന് താഴ്ത്ത് ഓരോ തുടയിൽ തുടയിൽ റോമനക്കുട്ട അഞ്ചാമത്തടി ദുര്യോധന്റെ തുടയിലടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായന ചീത്ത കേൾപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സാർ ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ഉണ്ടല്ല പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി. മോളെ കരച്ച് വെച്ച മതി. കോട്ടമ്പള്ളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചത് ഇന്നൊക്കെ ധൈര്യത്തുള്ളതാ. അങ്ങനെ ഇങ്ങോട്ട് ശ്യാമള, നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ? ആശാനെ, ഞാൻ SI ആണ്. നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. SI പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്നത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ. അധികം ചിരിക്കണ്ട. വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്കും തുണി പിടിച്ചെടുക്കും. നമുക്ക് ആ മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. ഇനി ആദ്യ രംഗം ഇന്ദ്ര സദസ് നോക്കാം. വാ മൂവ്മെന്റ്. നാരദൻ നാരദൻ. നാരായണ 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 നാരായണ. മൊബൈൽ എടുക്കാൻ മറന്നു. ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം. ഇന്ദ്രലോകത്തേക്ക് അങ്ങേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു. ഊമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലെ തന്നെ. അപ്പൊ കഥകളിയാ. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ. ഉർവശി, രംഭ, മേനഹ. എന്താണ് കാണിക്കുന്നത്? മേനകയുടെ ഡൂപ്പ് നിൽക്കണം ആശാനെ. മേനകയുടെ പോയി അറിഞ്ഞില്ലേ? മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു. ഭീഷ്മനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സുധാകരനില്ലേ, അവന്റെ ഭാര്യയാണ് അവള്. അത് കാരണം ഭീഷ്മന് വെള്ളം അടിച്ച് ചാപ്പി കിടക്കുക. ദോഷികള്. എന്നാൽ തൽക്കാലം ഇന്ന് മതിയാക്കാം. ഇനി നാളെ നോക്കാം. അല്ല മേനക
അച്ചോട്ടും ദേവേന്ദ്രനായിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടായിട്ടോ. ഈ മാല എനിക്ക് കൂടുതൽ ഇഷ്ടായത്. അച്ചോട്ടാ മേക്കപ്പ് അടിച്ചിട്ടൊന്ന് കാണണേ. തൊടയുടെ എക്സ്റേ എടുക്കേണ്ടി വരുമെന്ന്. അച്ചോട്ടാ അച്ചോട്ടിന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അച്ചോട്ടൻ പാവാ. പക്ഷെ അവളുണ്ടല്ലോ ആ സുലോചന, അവൾ ആളത്ര ശരിയല്ല. കാണുമ്പോ ചിരിച്ചു കാണിച്ചിട്ട് മാറി ഇന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്നേ. അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചോട്ടിന് രണ്ടാമത് കെട്ടാൻ ആഗ്രഹം ഉണ്ടെന്ന്. എനിക്ക് സമ്മതാണോന്നോ? കൊല്ലി ഞാൻ. അത് മാത്രമല്ല, സ്വന്തം ട്രൂപ്പ് ആയതുകൊണ്ട് മാത്ര അച്ചോട്ടിന് ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത്. അച്ചോട്ടിന് അഭിനയിക്കാൻ അറിയില്ലെന്ന് അവള് പറഞ്ഞു. എന്താ അച്ചോട്ടിന് എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാമോ? ആ സുരേഷ് ഗോപിനെ ഒന്ന് കാണിച്ചേ. ഒന്ന് കാണിക്ക്. സുരേഷ് ഗോപി ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഷൈൻ ചെയ്യും. ആ സ്പീഡ് ചാടം ചവിട്ടെ. ഓർമ്മയുണ്ട്, മുഖമുണ്ട്. അടുത്ത മറ്റേ മമ്മൂട്ടി. മമ്മൂട്ടിയെ കണ്ടോടി. മമ്മൂട്ടി. ഡയലോഗ് വലത്തെ കുത്ത്, ഇടത്തെ കുത്ത്. സെഞ്ചി സെഞ്ചി. അടുത്തതിന് മോഹൻലാൽ. മോഹൻലാൽ കണ്ടോ? മോഹൻലാൽ. സവാരി കേറി കേറി നീ പറഞ്ഞാലും മനസ്സിലായി. ഇനി ഏത് അച്യുതാനന്ദൻ, അച്യുതാനന്ദൻ. നടുവിഞ്ഞു പേടിക്കണ്ട, ഫിഗർ പിടിക്കണേ. താടിക്ക് കുത്തിയതണ്ട. ഓക്കേ. അരപ്പോം കുറഞ്ഞു കാണും. മതി ലക്ഷ്മി. അതെ, മാറ്റി ഇത്തിരി കുറവാ. ഒരു 4000 രൂപ തരാം. അയ്യോ അങ്ങനെ പറയല്ലോ ലക്ഷ്മി. അച്ചു ആയിരുന്നെങ്കിൽ എനിക്ക് 5 രൂപ തികച്ചു തന്നേനെ. എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും. അച്ചുവേട്ടനെ ഉത്സവ പിരിവിന് പോയിരിക്കാം. നേരിട്ട് കാണുമ്പോ 5 രൂപ മേടിച്ചോ. വേണ്ട, 4000 മതി. അങ്ങനെ വഴിക്ക് വാ. അവറാച്ചോ, ഓ തന്റെ അഭ്യാസമൊന്നും അവിടെ അടുത്ത് നടക്കില്ല. കിട്ടിയതിൽ മേടിച്ചോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അച്ഛാ, ഊണെടുക്കാറായോ? വേണ്ട മോളെ, അച്ഛൻ കൂടെ വരട്ടെ. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സംഭാവന പിരിക്കാൻ നടന്ന് ഇനി ഏത് സമയത്ത് വരാനാ? അച്ചുവേട്ടൻ വരാൻ ഒരു നേരവും. നീ അച്ഛനുള്ള ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചോ. അച്ചോട്ടനെ കണ്ടെങ്കിൽ പറഞ്ഞ കാശെങ്കിലും കിട്ടിയേനെ. അവനുണ്ട് അവിടെ അച്ചു. ഏയ് അച്ചു അവിടെ ഇല്ല. ആശ്വാസമായി. ആശാനേ. ആരാടാ? ഞാനാശാനെ, ഗോവിന്ദൻ. വാടാ. അപ്പോട്ട് വന്നില്ലേ? ഇല്ല, വന്നില്ല. അയ്യോ, അവിടെ ഭയങ്കര തിരക്കല്ലേ, നിന്ന് തിരിയാൻ നേരമില്ല. നീ ഇതെല്ലാം കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. എനിക്കറിയാം അവൻ വരില്ല. അവൻ വരണമെങ്കിൽ തല്ലുകൂടാൻ ഇവിടെ എന്തെങ്കിലും ഒരു കാരണം വേണം. അങ്ങനെയാണെങ്കിൽ അവൻ പാഞ്ഞെത്തിക്കോളും. വന്നാലും രണ്ടുപേരും തമ്മിൽ ചേരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആ, ഒരേ ചോരയാണെങ്കിലും തമ്മിത്തല്ലാനല്ലേ അവന്മാർക്കറിയൂ. ഇവന്മാരുടെ തമ്മിത്തല്ല് കണ്ട് ഒരുപാട് നിണ്ണിച്ച എന്റെ പത്മാവതി പോയത്. എന്റെ ഗതി അത് തന്നെ. ആശാൻ വിഷമിക്കണ്ട, രണ്ടുപേരും കുറച്ചുകൂടെ വളർന്ന് വലുതാവട്ടെ, എല്ലാം ശരിയായിക്കോളും. അല്ല, ഞാൻ ഇറങ്ങട്ടെ. സപ്ലൈക്കുള്ള ചരക്ക് വണ്ടിയിലിരിക്കുക. ആ, ഓട്ടെ.